മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ സ്നാപകൻ യഹൂദ്യ മരുഭൂമിയിൽ മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരും യോർദാൻ്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ സ്നാനത്തിനായി പരീശന്മാരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത് മത്തായി സുവിശേഷം 3-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ കാണുന്നു. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. യേശുവിനെക്കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാൻ ആകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ തീയിലും പരിശുദ്ധാത്മാവിലും സ്നാനം ഏൽപ്പിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഈ വചനം കേൾക്കുമ്പോൾ പലർക്കും ഒരു സന്തോഷവും കാണുകയില്ല. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ ഗോതമ്പ് വിളവെടുക്കുമ്പോൾ പതിര് മാറ്റുന്ന ഒരു കർഷകനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു കർഷകൻ വിളവ് കൊയ്തെടുത്തിട്ട് അതുപയോഗിക്കുന്നതിന് മുമ്പ് അതിനകത്തെ പതിര് തിരിച്ച് മാറ്റാറുണ്ട്. എങ്കിൽ മാത്രമേ ധാന്യം ഉപയോഗിക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തീർച്ചയായും നീക്കം ചെയ്യപ്പെടേണ്ട ഒരുപാട് പതിരുകളുണ്ട്. പതിരെന്ന് പറയുന്നത് യാതൊരു ഉപയോഗവും ഇല്ലാത്തതും തീയിലിടുവാൻ മാത്രമുള്ളതുമാണ്, ഒരു പ്രയോജനവുമില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ട പതിരുകൾ എന്തൊക്കെയാണെന്ന് നാം ചിന്തിക്കണം. അഹങ്കാരത്തിൻ്റെ, അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ, സ്വയനീതിയുടെ, അങ്ങനെ ഒരുപാട് പതിരുകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. ഇത് നീങ്ങിപ്പോകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചിലപ്പോൾ തോൽവികൾ അനുവദിച്ചേക്കാം, പരീക്ഷകൾ അനുവദിച്ചേക്കാം, തകർച്ചകളിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചേക്കാം. ഓരോ തകർച്ചകൾ കഴിയുമ്പോഴും, ഓരോ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോഴും വാസ്തവത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിൽ നിന്ന് സ്വയനീതിയുടെയും അഹങ്കാരത്തിൻ്റെയും ഉന്നതഭാവത്തിൻ്റെയും നിഗളത്തിൻ്റെയും ദ്രവ്യാഗ്രഹത്തിൻ്റെയും ലോക മോഹങ്ങളുടെയും പതിരുകൾ നീങ്ങിപ്പോകണം എന്നുള്ളതാണ്. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി യേശു പലപ്പോഴും നമ്മെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ അനുവദിക്കാറുണ്ട്. നാം കൂടുതൽ എളിമയുള്ളവരാകണം, സ്വയനീതി ഇല്ലാത്തവരാകണം. മറ്റുള്ളവരെക്കാൾ നമ്മിൽ മികച്ചതായ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറ്റുള്ളവർ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരാണെന്ന് എണ്ണുവാനുള്ള ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെടണം. ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്നും പാപികളിൽ ഒന്നാമനാണെന്നും ഉള്ള പൗലൂസിൻ്റെ തിരിച്ചറിവ് പോലെ നമുക്കും ഉണ്ടാകണം.
3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു പൗലോസ് എന്ന് പറയുന്ന ദൈവദാസൻ, തൻ്റെ ജഡത്തിൽ ഉള്ള ശൂലം നീങ്ങിപ്പോകേണ്ടതിന്. പക്ഷേ കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് പൗലോസ് ആഗ്രഹിച്ചതുപോലെയുള്ളൊരു മറുപടി കൊടുത്തില്ല. പകരം പൗലോസിനോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസ് നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനെ ആ ശൂലം അനുഭവിക്കുവാൻ അനുവദിച്ചു എന്നുള്ളതാണ് തിരുവെഴുത്തമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടിനാര് പോലും പൊഴിഞ്ഞ് വീഴുന്നില്ല. ദൈവത്തിൻ്റെ അറിവോ അനുവാദമോ ഇല്ലാതെ സാത്താൻ നമ്മളെ തൊടുന്നില്ല. യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ പലർക്കും കഴിയാതെ പോകുന്നു. എന്നെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയാണ്, കൂടുതൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഞാൻ അനുരൂപപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ പതിരുകളെല്ലാം മാറിപ്പോകേണ്ടതിനാണ് വീശുമുറം കൈവശമുള്ള കർത്താവ് എന്നെ പാറ്റുന്നത് എന്നൊക്കെ നാം തിരിച്ചറിയുമ്പോൾ ദൈവത്തെ കൂടുതൽ സ്നേഹിപ്പാനിടയാകും. എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നാം പ്രാർത്ഥിക്കണം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി തൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ള ദൈവം എത്ര നല്ലവനാണ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ കൃപ നൽകുകയും ചെയ്യും.